പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ദേശീയ മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രതീതിയുണ്ട്. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന മത്സരം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്ന്. ഇത്തരമൊരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ബംഗാളിലെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കുന്ന വൻ ജനപിന്തുണ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പശ്ചിമ ബംഗാളിന് സമ്മാനിച്ച 15 വർഷത്തെ തൃണമൂൽ ഭരണത്തെയും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തെയും എതിർക്കുന്ന ബംഗാളിലെ ജനങ്ങൾ CPIMന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ബംഗാളിൽ കാണാൻ സാധിക്കുന്നത്. തൃണമൂലിന്റെ അഴിമതിയെയും BJPയുടെ വർഗീയതയെയും ബംഗാളിന്റെ മണ്ണിൽ ചെറുക്കുമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPIM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CPIM ബംഗാളിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് കർഷകരും തൊഴിലാളികളും യുവജനങ്ങളും ഒഴുകിയെത്തി. തെരഞ്ഞെടുപ്പ് റാലികളിൽ അവർ ചേർന്നൊരു വലിയ ജനക്കൂട്ടമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗാളിലെ CPIMന്റെ പ്രചാരണ റാലികളിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ SIR ഉയർത്തിയ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. 90 ലക്ഷത്തോളം ആളുകളാണ് SIR പ്രകാരം പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ള മുർഷിദാബാദ്, നാദിയ, മാൽഡ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വോട്ടർ പട്ടികയിൽ നിന്നും കൂടുതൽ പേർ ഒഴിവാക്കപ്പെട്ടത്. ഈ മനുഷ്യരിൽ ഭൂരിഭാഗവും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരാണ്. ബംഗാളിലെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ഏറെ ജനപ്രീതി നേടിയിട്ടുണ്ട്. ജനാധിപത്യവും മതേതരത്വ മൂല്യങ്ങളും വികസനവും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. തൊഴിൽ, കാർഷിക മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, സാമൂഹികക്ഷേമം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. 5 വർഷം കൊണ്ട് 40 ലക്ഷം തൊഴിലുകൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തും. സംസ്ഥാന ബജറ്റിന്റെ 20% വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി നീക്കിവെക്കും. ഗ്രാമീണ പ്രദേശങ്ങളിൽ 200 ദിവസവും നഗരപ്രദേശങ്ങളിൽ 120 ദിവസവും തൊഴിലുറപ്പ് നടപ്പിലാക്കും. മിനിമം വേതനം 700 രൂപയായി ഉയർത്തും എന്നിവയാണ് പ്രധാനമായും ബംഗാളിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിരിക്കും ഇത്തവണത്തെ ബംഗാളിലെ ജനങ്ങളുടെ വിധിയെഴുത്ത്. അതിന്റെ പ്രതിഫലനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെയും CPIMന്റെയും വിജയമായി അവിടെ പ്രതിഫലിക്കുകയും ചെയ്യും.